സുശീലനാണ്, കണ്ടാലിങ്ങനെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു 32 വയസ്സുകാരനായ ചെറുപ്പക്കാരനെ പറ്റി ഒരു ഇൻഫർമേഷൻ ചെറുതായിട്ട് കിട്ടുകയാണ്. അങ്ങനെ നിരന്തരം അയാളെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇതിന്റെ ഇടപാടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണിക്ക് ഇയാൾ മീൻകച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളും പിന്നാലെ ചെല്ലാണ്. അങ്ങനെ അയാൾ വീട്ടിലുണ്ട്. ഞങ്ങൾ പോയി വാതിലിൽ മുട്ടി. ഞങ്ങളെ കണ്ടതും അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾക്ക് അധികം ഒന്നും തപ്പട്ടി വന്നില്ല. ആ വീട്ടിൽ നിന്ന് അയാളുടെ ബെഡ്റൂമിൽ കട്ടിലിന്റെ അടിയിലായിട്ട് 2 ചാക്കിലായി 5.5 കിലോഗ്രാം ആയിട്ട് ഈ മയക്കുമരുന്ന് അയാൾ കൈവശം മീൻസ് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ വീട്ടിലപ്പം ഉണ്ടായിരുന്നത് അയാളുടെ ഭാര്യ, അമ്മ, ഒരു മുത്തശ്ശി, കുറച്ച് നല്ല പ്രായമുള്ള ഒരു മുത്തശ്ശിയാണ്. ഒരു 9 മണിക്ക് ശേഷം ആവുക കാരണം ആ സ്ത്രീ ഉറങ്ങിയിരിക്കുകയാണ്. പിന്നെ അമ്മയും ഭാര്യയും ഇയാളുമാണ് അവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾക്ക് അവിടെ കുറേ കാര്യങ്ങൾ, പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ പേപ്പറുകൾ തയ്യാറാക്കാനുണ്ട്. അതൊക്കെ ഞങ്ങൾ അങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറിന് മേലെ അവിടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവരുടെയൊക്കെ മുഖത്ത് പലതരത്തിലുള്ള ഭാവമാറ്റങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഓഫീസിലോട്ട് പോകാൻ വേണ്ടി പോരുമ്പോഴാണ്, ഇയാളെയും കൂട്ടിയിട്ട് പോകുമ്പോഴാണ് ഞങ്ങൾ ആ വീട്ടിലുള്ള അമ്മയോടും അവൻ്റെ ഭാര്യയോടും പറയാണ്, ഇവന് അത്യാവശ്യം വേണ്ട അടിവസ്ത്രം, അതേപോലെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള സാധനമൊക്കെ ഒന്ന് തരണം എന്ന് അവരോട് പറയുമ്പോഴാണ് അവർ അല്ലെ അന്തം വിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇതെന്തിനാണ്? അപ്പോൾ ഇവൻ തിരിച്ച് അടുത്ത കാലത്തൊന്നും വരുന്നില്ലേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സംഗതി 11 ഗ്രാം. നിങ്ങളോട് പറഞ്ഞതുപോലെ, അതായത് 1 മില്ലിഗ്രാം പോലും കൈവശം വെക്കാൻ പറ്റാത്തിടത്ത് ഇയാൾ വെച്ചത് എത്രയാ? 11 കിലോഗ്രാമാണ്. ഈ 11 കിലോഗ്രാം മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഈ ചെറിയ സ്വർണ്ണമൊക്കെ തൂക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടാവും. ചെറിയ അളവിൽ മില്ലിഗ്രാമൊക്കെ തൂക്കാൻ പറ്റിയ, ഗ്രാമൊക്കെ തൂക്കാൻ പറ്റിയ തരത്തിലുള്ള മെഷീനുകൾ, അതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്ന കവറുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത്തരം സൂക്ഷിച്ചിട്ടുണ്ട്. കറണ്ട് പോയത്. അപ്പൊ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതും അല്ലെ കാര്യങ്ങളൊക്കെ